ഇപ്പോൾ പ്രതികരണവുമായി SK സജീഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സജീഷിന്റെ നാട്ടിൽ നടന്ന, പേരാമ്പ്രയിൽ നടന്ന സംഭവമാണ് ഇത്. CPM-ന്റെ ഇഷ്ടക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് UDF-ന്റെ പ്രതിഷേധത്തെ, അതും മെമ്പർ ഓഫ് പാർലമെന്റിനെ അടക്കം അടിച്ചൊതുക്കി എന്നുള്ളതാണ് ആക്ഷേപം. അല്ല, നമ്മൾ ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണ്. അവിടെ UDF-ന്റെ പ്രകടനം പോലും പരിശോധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റും, അവർ പൂർണ്ണമായി അക്രമത്തിന് തയ്യാറായി വന്നതാണ്. കാരണം ആ പ്രകടനത്തിനകത്ത് അന്ന് 2 പ്രകടനങ്ങൾ പേരാമ്പ്രയിൽ നടന്നല്ലോ. LDF-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധ പ്രകടനവും UDF-ന്റെ പ്രതിഷേധ പ്രകടനവും. ഈ 2 പ്രകടനവും പരിശോധിച്ചാൽ അറിയാം, UDF പ്രകടനത്തിൽ ഒരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല, ഒരു വനിതാ പ്രാതിനിധ്യം പോലും അതിലുണ്ടായിരുന്നില്ല. LDF പ്രകടനത്തിൽ വലിയ തോതിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം അണിനിരന്ന പ്രതിഷേധമായിരുന്നു. ഇപ്പൊ ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അവർ വന്നതാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ കാര്യങ്ങൾ ബോധ്യമാണ്. ഇപ്പൊ നമുക്കറിയാം, അവിടെ പോലീസ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് നേരെ സ്ഫോടക വസ്തു കൃത്യമായി ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന്, UDF-ന്റെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ വ്യക്തമായി കാണാവുന്നതാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഫോടക വസ്തുവിന്റെ അതിന്റെ മറ്റ് ഘടകങ്ങളെല്ലാം സ്പോട്ടിൽ നിന്ന് ലഭിക്കുകയും ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പൊ ബോധപൂർവമായ കുഴപ്പം സൃഷ്ടിക്കുക എന്നത് ഇതിന്റെ ഭാഗമായി അവരുടെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഷാഫി നേരത്തെ പറയുമ്പോൾ പോലീസ് പെട്ടെന്നെന്തോ അക്രമം കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ വൈകുന്നേരം ആരംഭിച്ച ഒരു പ്രതിഷേധ പ്രകടനം രാത്രി വൈകുന്നവരെ നീട്ടിക്കൊണ്ടുപോയത് ആരാണ്? ഷാഫിയല്ലേ. ഷാഫി വരുന്നതിന് വേണ്ടി എത്ര സമയമാണ് അവിടെ അല്ല ശ്രീ സജീഷ്, ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ഉടനെ പോലീസ് നൽകിയ റൂറൽ SP തന്നെ പറഞ്ഞത് ഞങ്ങൾ യാതൊരു ലാത്തി പ്രയോഗവും നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് എന്താ? ദൃശ്യങ്ങളിൽ പോലീസ് ലാത്തി ഉപയോഗിച്ച് വടകര MP-യുടെ മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ ആ അടിച്ച ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡ് എന്ന CPM ബന്ധമുള്ള SFI പശ്ചാത്തലമുള്ള, മുൻപ് ഗുണ്ടാ ബന്ധത്തിന്റെ പേരിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് എന്ന് MP പറയുന്നത് ദൃശ്യങ്ങൾ സഹിതമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമല്ലോ. അല്ല, ഞാനൊരു കാര്യം കൂടി പറയാം. അവര് നേരത്തെ സോഷ്യൽ മീഡിയയിലെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഇവരുടെ സൈബർ ഹാൻഡിലുകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും എല്ലാം പറഞ്ഞത് വിഷ്ണു എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു. അതിൽ LDF കൺവീനർ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അയൽവാസിയാണ് എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ട്, എനിക്കിപ്പോ അഭിലാഷാണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അഭിലാഷിന് ഉൾപ്പെടെ പറയാൻ പറ്റാത്ത രീതിയിൽ മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചു. ആ ചെറുപ്പക്കാരന്റെ, പോലീസുകാരനായ ചെറുപ്പക്കാരന്റെ കുടുംബത്തെ വരെ അപമാനിക്കുന്ന നിലയിലേക്കുള്ള വലിയ പ്രചാരണം സംഘടിപ്പിച്ചു. ഇപ്പൊ വിഷ്ണു എവിടെ പോയി? ഷാഫിയല്ലേ മറുപടി പറയേണ്ടത്? ഓരോ പേരുകളായി ഓരോ ദിവസവും പറയുകയും അതിന്റെ ഭാഗമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തിന്റെ തുടക്കം ഉൾപ്പെടെയുള്ള ഷാഫി പറഞ്ഞ കാര്യങ്ങളിൽ ഷാഫിക്ക് മറുപടി പറയേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഷാഫി കുട്ടികളെ കാണും. എന്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്ത് ഓഫീസിൽ കയറി ആക്രമിച്ചത്? അതിന്റെ ഭാഗമായിട്ടല്ലേ LDF-ന്റെ പ്രതിഷേധ പ്രകടനം പേരാമ്പ്ര ടൗണിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്? പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ച സാഹചര്യത്തിലേക്ക് പുറകോട്ട് പോകുമ്പോഴാണല്ലോ ഷാഫി അവിടെ ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ സർക്കാരിലൂടെയും 26,017 രൂപ തൊഴിലുറപ്പിലൂടെയും കൊടുത്ത് നിർമ്മിച്ച ഒരു വീട് കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞ് പോയി ഉദ്ഘാടനം ചെയ്തില്ലേ? പോസ്റ്റർ അടിച്ചില്ലേ? കോൺഗ്രസ് കുടുംബ സംഗമത്തിൽ വെച്ച് താക്കോൽ കൈമാറിയില്ലേ? ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് തുറന്നു കാണിച്ചതിൽ ഷാഫിക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടായിട്ടില്ല എന്ന് ഷാഫി നിഷേധിക്കുമോ? കേരളത്തിലെ മറ്റ് ഏതെങ്കിലും MP-മാർ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്? UDF-നെ സംബന്ധിച്ച് ഞങ്ങളും പോലീസും തമ്മിലുള്ള പ്രശ്നത്തിൽ CPM എന്തിനാണ് പോലീസിന്റെ പക്ഷം പിടിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും അല്ലെങ്കിൽ UDF പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നുള്ളതിലുപരി അവിടെ നടന്നത് പോലീസിന്റെ ആക്ഷൻ ആണല്ലോ. നമുക്ക് അവിടെ നിന്ന് തന്നെ പറയാം. അതായത് നേരത്തെ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതും അല്ലെങ്കിൽ ഇവർ പറയാൻ വേണ്ടി തുടങ്ങിയതുമെല്ലാം CPM-മായി ഒരു സംഘടനം എന്നുള്ള നിലക്കാണല്ലോ. യഥാർത്ഥത്തിൽ ഞങ്ങൾ ആ സീനിൽ നിന്ന് മാറിയതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കെതിരെ പറയാൻ വേണ്ടി പറ്റാത്തത്. ഇവര് നടത്താൻ ഉദ്ദേശിച്ച ഷോയ്ക്കകത്ത് CPM-ഉം അല്ലെങ്കിൽ LDF-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു സംഘർഷം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാനായിരുന്നല്ലോ ശ്രമിച്ചത്. അതും ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ ഇവരവിടെ എത്തുന്നു. ശ്രീ ഷാഫി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. അവിടെ എത്തിച്ചേർന്നു എന്ന് അറിഞ്ഞപ്പോ പ്രവർത്തകർ അവിടെ ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ ആകുമ്പോൾ പലരും ഉണ്ടാവുമല്ലോ. അവരെ മുഴുവനായും അവിടുന്ന് ഒഴിവാക്കിയത് അതുകൊണ്ടാണല്ലോ. ഇവരിതൊക്കെ കാട്ടും എന്ന നല്ല ബോധ്യമുള്ളതും. ഞങ്ങൾ നടത്തിയ പ്രകടനത്തിൽ നല്ല സ്ത്രീ പങ്കാളിത്തം, വനിതാ പങ്കാളിത്തം ഒക്കെയുള്ള പ്രകടനമായിരുന്നല്ലോ. ഒരു തരത്തിലും സമാധാനത്തിന് പ്രയാസം ഉണ്ടാകരുത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചത്
ആക്രമിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം. ജനപ്രതിനിധികളും സ്ത്രീകളും കുട്ടികളും എല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രതിഷേധം ആ നിലയിലായിരുന്നല്ലോ. എന്നാൽ ഇവരുടെ പ്രതിഷേധം അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇവരുടെ പ്രതിഷേധം അവിടെ വന്ന് എന്തിന് ഇത്ര നേരം ഷാഫി വരുന്നവരെ കാത്തു നിൽക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ ശ്രീ പ്രവീൺ കുമാർ പറഞ്ഞ പോലെയല്ല, വിഷ്ണുവിനെതിരായി വ്യാപകമായ പ്രചാരണം നടക്കുകയും ആ പ്രചാരണത്തിന്റെ ഭാഗമായി വിഷ്ണുവിന്റെ കുടുംബം ഉൾപ്പെടെ കേസ് കൊടുക്കും, വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകൾ കേസ് കൊടുക്കുകയും ആ കേസ് പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ഫോടക വസ്തു ഇല്ല എന്ന് ഇദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് എല്ലാ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. അവിടെ ആദ്യം ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് ഈ പറഞ്ഞ UDFന്റെ ആൾക്കൂട്ടത്തിനുള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ ആക്രോശിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ ഇടയിൽ വന്നു വീഴുന്ന സ്ഫോടക വസ്തു, പോലീസിന്റെ ഇടയിൽ വന്നു വീഴുന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതോടുകൂടിയാണ് ആദ്യത്തെ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഒരു പുകപടലം പോലും അവിടെ ഇല്ല. മണിക്കൂറുകളോളം പോലീസുമായി ഉന്തും തള്ളും പ്രശ്നം ഉണ്ടാക്കി പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചു. ആ സമയത്ത് പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും ഷീൽഡും ലാത്തിയും എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് തള്ളിക്കയറുമ്പോൾ അങ്ങോട്ട് അതുപയോഗിച്ച് പ്രതിരോധങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നുമില്ല എന്നാരും നിഷേധിച്ചില്ല. പക്ഷെ ആ സീൻ ക്രിയേറ്റ് ചെയ്തത് ഇവരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതവിടെ കാണുന്ന കാര്യമാണ്. ഞങ്ങളെപ്പോഴും ഒരു ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ഒരു മാസിന്റെ പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ കാണിച്ചത്.